ഹലോ എവ്രി വൺ. ഇന്ന് ഞങ്ങൾ പോകുന്നത് സമ്മറായി കഴിഞ്ഞാൽ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട UK ഒരു സ്പോട്ടായ വെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്കിലാണ്, എസ്പെഷ്യലി വെൻ യു ഹാവ് കിഡ്സ്. ഈ സഫാരി പാർക്ക് ആക്ച്വലി ഉള്ളത് വോർച്ചസ്റ്റർ ആണ്, ബട്ട് ഇറ്റ്സ് കോൾഡ് മിഡ്ലാൻഡ് സഫാരി പാർക്ക് ബിക്കോസ് ഇത് ഇരിക്കുന്ന ഹോൾ റീജിയൻ ലിറ്ററലി മിഡിൽ ഓഫ് ഇംഗ്ലണ്ട് ആണ്. സോ ഇറ്റ്സ് കോൾഡ് മിഡ് ലാൻഡ്സ്. ഇവിടെയുള്ള ആൾക്കാരെ പറയുന്നത് മിഡ്ലാൻഡേഴ്സ് എന്നാണ്. അയ്യോ, പറഞ്ഞ് ഞാനിതൊരു ജിയോഗ്രഫി ക്ലാസ് ആക്കുമോ? അതൊക്കെ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അതിൻ്റേതായ കൺഫ്യൂഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ലൈക്ക് ആദ്യം വാക്കിംഗ് സഫാരി എടുക്കണോ അതോ ഡ്രൈവ് എടുക്കണോ എന്നൊക്കെ കുറേ കാര്യങ്ങളിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആദ്യം ഡ്രൈവ് ത്രൂ എടുക്കുക എന്ന് ഉറപ്പിച്ചു. കാരണം ഉച്ചയായി കഴിഞ്ഞാൽ ആനിമൽസൊക്കെ ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കളയും. ഡ്രൈവ് ത്രൂ എൻജോയ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 10:30 to 12:30 ആണ്. ഞാൻ ഇതിനു മുമ്പ് സൂവിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ കാണാത്ത 2 ആനിമൽസാണ് ജിറാഫും ടൈഗറും. ബാക്കിയെല്ലാം കണ്ടു എന്നല്ല കേട്ടോ, സൂവിൽ കണ്ടുവരുന്ന 2 ആനിമൽസ് അതാണ്. സോ അതാണ് എൻ്റെ മെയിൻ വരവിൻ്റെ ഉദ്ദേശം. ബട്ട് സ്റ്റിൽ ഇപ്രാവശ്യം എനിക്ക് ടൈഗറിനെ കാണാൻ പറ്റിയില്ല. ജിറാഫ് ഒഴിച്ച് ബാക്കി ഒരു ആനിമൽസിനെയും വ്യാൻ ബേബി മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെ ഡ്രൈവ് ത്രൂ ഒക്കെ സക്സസ് ആയ സന്തോഷത്തിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ച് വാക്കിംഗ് സഫാരി ലക്ഷ്യമാക്കി നടന്നു. ഇവിടെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും കണ്ടില്ല ഞാൻ. പെൻഗ്വിൻ ഉണ്ടായിരുന്നു, സീ ലയൺ ഷോ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ വാച്ച് ചെയ്തു. ബട്ട് അത് അത്ര വലിയ ഷോ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കുറ്റം പറയാനും പറ്റില്ല. ബിക്കോസ് ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നു സീ ലയൺസ് ആർ ന്യൂ എന്നും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എന്നും. പിന്നെ ഉണ്ടായിരുന്നത് റെപ്റ്റൈൽ വേൾഡ് ആയിരുന്നു. ഈ കണ്ണൂരിലെ സ്നേക്ക് പാർക്കൊക്കെ കണ്ടുവന്ന ഞങ്ങളോട് അവർ പറയാം വെരി എക്സൈറ്റിംഗ് അല്ലേ എന്ന്. പിന്നെ ഒരു സന്തോഷം, ഞാൻ ആദ്യമായിട്ട് മഞ്ഞത്തവളെ കണ്ടു. പിന്നെ വലിയ കുട്ടികളായിട്ട് വരുന്നവർക്ക് തീം പാർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി, ബിക്കോസ് അവിടെ മൊത്തം പൊള്ളൻ പാറിക്കളിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വിനയ്ക്ക് പൊള്ളൻ അലർജി ഉള്ളതാണ്. അത് കാരണം ഇനി 1 വീക്ക് പനി പിടിച്ച് കിടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ.